പാഠം 526. ആലോചിച്ചെടുക്കേണ്ട തീരുമാനങ്ങൾ. ഹലോ, അതെ, മോഹനകൃഷ്ണനാണ്. നമസ്കാരം സാർ. ഓ, ഞാൻ അപ്പോഴേ പറഞ്ഞില്ല അത് അബദ്ധമാണെന്ന്. അപ്പോ സാറ് MLA യുടെ വാക്ക് കേട്ടു. ഇനിയിപ്പോ എന്ത് ചെയ്യാനാ സാർ? ഒന്നും ചെയ്യാൻ പറ്റില്ല. അല്ല, അത് പറഞ്ഞിട്ട് എന്താ സാർ കാര്യം? ഈ കാര്യത്തിൽ ഞാൻ നിരപരാധിയാണ്. ഞാൻ അന്ന് തന്ന റിപ്പോർട്ട് സാറിന് മേശപ്പുറത്തുണ്ടാവുമല്ലോ. എനിക്കറിയില്ല സാർ. ശരി. ഭാമേ, ഒരു കാര്യം ചെയ്യുന്നതിന് മുമ്പ് 100 വട്ടം ആലോചിക്കണമെന്ന് ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്. ഇപ്പോഴെന്തായി? പുതിയ ഹൈവേക്കുള്ള സ്ഥലം ഏറ്റെടുക്കാൻ സർക്കാർ ഉത്തരവ് വന്നപ്പോ തന്നെ ഏറ്റവും പറ്റിയ ഭൂമി ഞാൻ കണ്ടുപിടിച്ച് വിശദമായ റിപ്പോർട്ട് തഹസിൽദാർ കൊടുത്തതാണ്. ഞാൻ പറഞ്ഞ ഭൂമിയാണ് ഏറ്റെടുക്കുന്നതെങ്കിൽ സർക്കാരിന് ചെലവ് കുറവായിരിക്കും, ഭൂമി നഷ്ടപ്പെടുന്ന ആളുകളുടെ എണ്ണം കുറവായിരിക്കും, ഒരു തർക്കത്തിനോ സമരത്തിനോ സാധ്യതയില്ല എന്നൊക്കെ ഞാൻ വളരെ വിശദമായിട്ട് പറഞ്ഞതാണ്. പക്ഷേ MLA വാക്ക് കേട്ട് തഹസിൽദാർ തീരുമാനം മാറ്റി. ആളുകൾ കൂടുതൽ താമസിക്കുന്ന ഭാഗത്ത് നിന്നും ഭൂമി ഏറ്റെടുക്കാൻ തീരുമാനമായി. പക്ഷെ എന്നോട് റിപ്പോർട്ട് ചോദിച്ചപ്പോഴേക്കും ഞാൻ വിശദമായി എഴുതി കൊടുത്തു, ഞാൻ പറഞ്ഞ ഭൂമി ഏറ്റെടുക്കുന്നതാണ് നല്ലത് എന്ന്. എത്രയോ വട്ടം ആലോചിച്ചും തിരിച്ചും മറിച്ചും കണക്കുകൂട്ടിയാണ് ഞാൻ ആ തീരുമാനം എടുത്തത്. നിനക്കറിയാമോ? സർക്കാരിന് 1 രൂപ പോലും നഷ്ടം വരാതിരിക്കാൻ ഞാൻ എന്നെ കൊണ്ടാവും വിധമെല്ലാം ശ്രമിച്ചു. കാരണം എന്താ? ഞാൻ സത്യസന്ധനായ ഒരു വില്ലേജ് ഓഫീസർ ആയതുകൊണ്ട്. പക്ഷെ എന്റെ അധ്വാനത്തിനും വാക്കിനും വില കൽപ്പിക്കാതെ MLA പറയുന്ന കേട്ടിട്ട് ഇപ്പൊ എന്തുണ്ടായി? ഭൂമി കുറച്ചധികം ഏറ്റെടുത്ത് തുടങ്ങിയപ്പോ സമരം തുടങ്ങി. ഇപ്പോ ഭൂമി ഏറ്റെടുക്കാൻ നിവൃത്തിയില്ലാത്ത അവസ്ഥയിലാണ്. മാത്രമല്ല, MLA ചില വ്യക്തി താല്പര്യങ്ങൾ ഇതിന്റെ പിന്നിലുണ്ട് എന്ന് പത്രത്തിലും വാർത്ത വന്നു. ഇപ്പൊ തഹസിൽദാർ എന്നെ വിളിച്ച് ചോദിക്കുകയാണ്, ഇനി എന്ത് ചെയ്യും മോഹനകൃഷ്ണ എന്ന്. ഞാൻ കൈമലർത്തി. പിന്നല്ലാതെ മോഹനേട്ടൻ ശരിയായി ആലോചിച്ച് ചെയ്ത ഒരു കാര്യം വകവയ്ക്കാത്തതുകൊണ്ടുണ്ടായ പ്രശ്നമല്ലേ? മോഹനയുടെ കൈമലർത്ത് തന്നെയാ വേണ്ടത്. ഇവരുടെയൊക്കെ ആലോചനയില്ലായ്മ കൊണ്ടും മറ്റുള്ളവർ പറയുന്നത് ശ്രദ്ധിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടും സർക്കാരിന് എത്ര ലക്ഷം രൂപയാണ് നഷ്ടം? അത് മാത്രമോ, ഈ പറഞ്ഞ ഹൈവേയുടെ പണി ഇനി ഉടനെ ഒന്നും തീരാൻ പോകുന്നില്ല. സത്യത്തിൽ മോഹനേട്ടനെ പോലെ ആത്മാർത്ഥതയുള്ള ഒരു 10 പേരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ ഈ നാടന് നന്നായി പോയനെ. ആത്മാർത്ഥത മാത്രം പോരാ ഭാമേ, എന്ത് കാര്യം ചെയ്തതിനു മുമ്പും അതുണ്ടാക്കാവുന്ന ദോഷങ്ങളെ പറ്റിയും നമ്മൾ ആലോചിക്കണം. ഒരു കാര്യം ചെയ്യുമ്പോ അതുകൊണ്ട് നഷ്ടമുണ്ടാകുമോ, ഉണ്ടായാൽ എന്ത് നഷ്ടം വരും എന്നൊക്കെ കൃത്യമായി ആലോചിക്കാനുള്ള ക്ഷമയും ബുദ്ധിയും വേണം. മോഹനേട്ടാ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ എത്ര പേർക്കുണ്ട്? എനിക്കുണ്ടല്ലോ. മോഹനേട്ടനുണ്ട്. പക്ഷെ മോഹനേട്ടൻ വേറെ ഒരു വില്ലേജ് ഓഫീസർ അല്ലേ? ബുദ്ധി കൂടുതൽ വേണ്ട തഹസിൽദാർക്ക് അതൊട്ടില്ല താനും. ഇപ്പോ എന്നോട് താലൂക്ക് ഓഫീസിലേക്ക് ചെല്ലാൻ പറഞ്ഞിരിക്കുക. ഞാൻ ചെന്നാൽ ഇനി പ്രയോജനമൊന്നും ഉണ്ടാവില്ല. പക്ഷേ മേലധികാരി വിളിക്കാൻ പോകാതിരിക്കാൻ പറ്റുമോ? നീ പെട്ടെന്ന് തന്നെ ഷർട്ടും മുണ്ട് തേച്ച് നോക്കിയ, എനിക്ക് ഉടനെ ഇറങ്ങണം. ഷർട്ടും മുണ്ടും ഒക്കെ തേച്ച് ഞാൻ അവിടെ വെച്ചിട്ടുണ്ട്. നല്ല കുട്ടിയായി അതെടുത്തിട്ട് നേരെ താലൂക്ക് ഓഫീസിലേക്ക് ചെല്ലാൻ നോക്ക്. ഈ വില്ലേജ് ഓഫീസറുടെ ഉപദേശം കേൾക്കാൻ സാക്ഷാൽ തഹസിൽദാർ അവിടെ കാത്തിരിക്കല്ലേ? മോഹനേട്ടൻ ആളൊരു പുലി തന്നെയാ, അതിൽ യാതൊരു തർക്കവുമില്ല. അപ്പൊ ഇത് വാങ്ങാനാണ് ഇന്നലെ അവൾ രൂപ 2000 ചിലവാക്കിയത്. എന്താ അവളുടെ ഉദ്ദേശം? എന്താ പറഞ്ഞിട്ട്? എന്താ ഇത്? ഇതല്ല, ഇതാ ഒരു ജോഡി ഡ്രസ്. ഇത് വാങ്ങാനാണോ നീ ഇന്നലെ 2000 രൂപ ചിലവാക്കിയത്? ആണെങ്കിൽ ഇതിട്ടാണോ ബാർ അസോസിയേഷന്റെ വാർഷികത്തിന് പോകുന്നത്?
ഇതാര് പറഞ്ഞു? ബാർ അസോസിയേഷന്റെ വാർഷികത്തിന് പോകാൻ പുതിയ ഉടുപ്പ് വേണമെന്ന് പറഞ്ഞല്ലേ നീ എന്റെ 2000 രൂപ വാങ്ങിയത്? ഇതിനിപ്പോ എന്താ കുഴപ്പം? ഇതിട്ടുകൊണ്ട് നീ വീടിന് പുറത്തിറങ്ങിയ വിവരം അറിയും. മോഹനേട്ടാ, രാവിലെ വടക്കുണ്ടാക്കാൻ ഓരോ കാരണങ്ങൾ അന്വേഷിക്കാതെ ദേ ഈ തേച്ച് വെച്ചിരിക്കുന്ന ഷർട്ട് മുണ്ട് വിട്ടോണ്ട് വേഗം താലൂക്ക് ഓഫീസിലേക്ക് പോകാൻ നോക്കി. ശരി. നോക്കളേ, വക്കീലിന്റെ ഒരു കോലേ. ഈശ്വര, ഇതുപോലെ പുറത്തിറങ്ങിയ ഇതിവിടെ നടക്കില്ല. ഏത്? അത്തരം ഉടുപ്പ് വിട്ട് നീ പുറത്തിറങ്ങാൻ ഞാൻ സമ്മതിക്കില്ല. അതിനെനിക്ക് മോഹനേട്ടന്റെ സമ്മതം ആവശ്യമില്ലല്ലോ. ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എല്ലാ പൗരന്മാർക്കും അവകാശമുള്ള ഒരു മഹാരാജ്യമാണ് ഇന്ത്യ. പക്ഷെ നീ എന്റെ ഭാര്യയാണ്. അതുകൊണ്ടെന്താ എനിക്ക് ഇന്ത്യ പൗരത്വം ഇല്ലാതെ വരൂ? എന്റെ ഭാര്യ എന്റെ അന്തസ്സിനെ പറ്റിയ വസ്ത്രം ധരിക്കണം എന്നാരാണ് പറഞ്ഞത്? ഭർത്താവിന്റെ അന്തസ്സിനെ പറ്റിയ വസ്ത്രമായിരിക്കണം ഭാര്യ ധരിക്കേണ്ടത് എന്ന് ഇന്ത്യൻ ഭരണഘടന പറഞ്ഞിട്ടില്ല. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിലും ഞാനത് വായിച്ചിട്ടില്ല. ഈ വീടിന്റെ ഭരണഘടനയിൽ അതുണ്ട്. അത് മോഹനേട്ടൻ ഉണ്ടാക്കിയ ഭരണഘടനയല്ലേ? എനിക്ക് അത് സ്വീകാര്യമല്ല. ഭാമേ, ഇത് കുട്ടികളിയല്ല. ഞാൻ ഒരു വില്ലേജ് ഓഫീസറാണ്. വില്ലേജ് ഓഫീസറുടെ ഭാര്യ അത്തരം വേഷവും ഇട്ട് പുറത്തിറങ്ങിയാൽ ആളുകളെന്ന് വിചാരിക്കും. വില്ലേജ് ഓഫീസർ എന്ത് വസ്ത്രം ധരിക്കണമെന്ന് പോലും മറ്റുള്ളവർക്ക് തീരുമാനിക്കാൻ പറ്റില്ല. പിന്നല്ലേ വില്ലേജ് ഓഫീസറുടെ ഭാര്യ? എന്റെ ഭർത്താവ് ഒരു വില്ലേജ് ഓഫീസർ ആയി പോയി എന്നതുകൊണ്ട് മാത്രം എന്റെ സ്വാതന്ത്ര്യം ഞാൻ എന്താ വേണ്ടെന്ന് വെക്കണോ? ഭർത്താവിന്റെ അഭിമാനം സംരക്ഷിക്കേണ്ടത് ഭാര്യയുടെ കടമയാണ് എന്ന് നിനക്കറിയാമോ? ഭാര്യയുടെ അഭിമാനം സംരക്ഷിക്കേണ്ടത് ഭർത്താവിന്റെ കടമയുമാണ്. മോഹനേട്ടൻ ഈ പഴഞ്ച മോഡൽ ഷർട്ടും മുണ്ടുമെടുത്ത് ഒരു കാലം കൂടെയും മഹാബലിയുടെ കാലത്തുള്ള ഒരു ബാഗും തൂക്കി പോകുമ്പോ ആളുകൾ എല്ലാരും ചിരിക്കാറുണ്ട്. അവരൊക്കെ എന്നോട് ചോദിക്കും, എന്താണ് സത്യഭാമയെ മോഹനേട്ടൻ സാർ ഇങ്ങനെയെന്ന്. പക്ഷെ ഇതുവരെ അതിന്റെ പേരിൽ മോഹനേട്ടൻ ഷർട്ടും മാനി വിടണമെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടോ? നീ പറഞ്ഞാ ഞാൻ ഇട്ടണക്കാണ്. അപ്പൊ അതാണ് കാര്യം. മറ്റുള്ളവരുടെ ഇഷ്ടത്തിന് നമ്മൾ വസ്ത്രം ധരിക്കേണ്ട കാര്യമില്ല. മോഹനേട്ടൻ ഇഷ്ടത്തിന് വസ്ത്രം ധരിക്കേണ്ട ബാധ്യത അപ്പൊ എനിക്കുമില്ല. മോഹനേട്ടാ, ഈ വിഷയത്തിൽ ഇനി എത്ര ഒച്ച വെച്ചിട്ട് യാതൊരു കാര്യം ഉണ്ടാവില്ല. ഞാനൊരു കാര്യം തീരുമാനിച്ചാൽ അത് തീരുമാനിച്ചതാ. ഇവിടെ നിങ്ങനെ നോക്കി പഠിപ്പിക്കാതെ അതാരാണോ നോക്ക്. ആ നീ ആ ഉടുപ്പിട്ടത് തന്നെ. രാവിലത്തെ ആ മൂട് കണ്ടപ്പോ ഇന്ന് വഴക്കില്ലെന്നാ കരുതിയത്. എവിടെ വില്ലേജ് നെടുകയും കുറുകയും പോകാൻ സമ്മതിക്കില്ലല്ലോ. ഒരു സഹായം ചോദിക്കാൻ വന്നതാ സാറേ. എന്തെങ്കിലും തരണം. ഇവിടെ ഒന്നുമില്ല. എന്തെങ്കിലും തന്നാ മതി സാറേ. ഇവിടെ ഒന്നുമില്ലെന്ന് പറഞ്ഞില്ലേ? പഴയ ഉടുപ്പ് വല്ലതും ഉണ്ടെങ്കിൽ അത് മതി. ഒന്നുമില്ല എന്ന് പറഞ്ഞാൽ അതിനർത്ഥം ഒന്നുമില്ല എന്ന് തന്നെയാണ്. തലമുട നോക്ക്. അതിൽക്കോ. ഇപ്പൊ വരാം. അവൾ ഇത് കിട്ട് ബാർ അസോസിയേഷൻ മീറ്റിങ്ങിന് പോകുന്ന എനിക്കൊന്ന് കാണണം. ഇതൊരു പുതിയ ഉടുപ്പാ, നിങ്ങൾക്ക് ചേരും. ഇത് വെച്ചോളൂ. പുതിയത് വേണ്ട സാറേ. ഇവിടെ നിങ്ങൾക്ക് തരാൻ ഇതേ ഉള്ളൂ, എടുത്തോളൂ. മോഹനേട്ടാ, ഇവിടെ തന്നെ ഡ്രസ് എവിടെ? എനിക്കറിയില്ല. അറിയില്ല അങ്ങനെ പറഞ്ഞില്ല. എങ്ങനെ മോഹനേട്ടാ? 5 മിനിറ്റ് മുന്നേ മോഹനേട്ടാ അതെടുത്ത് നോക്കിയതല്ലേ? എനിക്കറിയില്ല പറഞ്ഞില്ല. ദേ മോഹനേട്ടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കാൻ നിൽക്കല്ലേ. ഞാൻ പൈസ കൊടുത്ത് വാങ്ങിയ ഡ്രസ് അതെവിടെ വെച്ചെന്ന് പറ. എന്നെ തോപ്പിക്കാൻ അതെടുത്ത് ഒളിച്ചു വെച്ചു എന്ന് എനിക്ക് മനസ്സിലായി. എവിടാ അത്?
ഒളിച്ചു വെച്ചൊക്കെ നീ നോക്കി കണ്ടുപിടിക്ക്. ഞാൻ എന്തായാലും ഈ വീടിന് പുറത്തു പോയിട്ടില്ല. അപ്പൊ പിന്നെ ഞാൻ ഒളിച്ചു വെച്ചാണെങ്കിലും എവിടെയെങ്കിലും കാണുമല്ലോ. പിന്നെ ഞങ്ങളടുത്ത് കത്തിച്ചു കളഞ്ഞോ? കത്തിച്ചാണെങ്കിൽ ചാര എവിടെയെങ്കിലും കാണൂലേ? മോഹനട്ട മര്യാദ ഡ്രസ് എന്റെ കയ്യിൽ തുറന്നില്ലേ? മേൽ ഈ വിഷയം എന്നോട് പറയരുത്. പിന്നെ ഞാൻ ആരോട് പറയും? ഈശ്വരനോട് പറഞ്ഞാൽ മതി. ഈശ്വരനാകുമ്പോ കാര്യങ്ങളൊക്കെ അറിയാലോ. ഞാൻ ഈ സാരി ഉടുക്കുന്നത് പ്രഹ്ലാദൻ ചേട്ടന് തീരെ ഇഷ്ടമല്ല. എനിക്ക് ചേരുന്നത് ചുരിദാറാണെന്ന് എപ്പോഴും പറയും. അത് വെറുതെ പറയുന്നതാ. കാഞ്ചന സാറിന് ചേരുന്നത് സാരി തന്നെയാ. പ്രഭ അതേ പറയുള്ളൂ എന്ന് എനിക്ക് അറിയാമായിരുന്നു. ഞാൻ ചുരിദാർ ഇട്ട് തുടങ്ങിയ അതോടെ പ്രഭയുടെ ഗ്ലാമർ അങ്ങ് പോവുമല്ലോ. കാഞ്ചന സാറ് ചുരിദാർ ഇട്ട് എന്റെ ഗ്ലാമർ പോകുന്ന എങ്ങനെയാ? ഞാൻ കണ്ട കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. നിങ്ങൾക്ക് വേറെ ഒന്നും പറയാനില്ലേ? ഇപ്പൊ ഈ സാരിയുടെയും ചുരിദാറിന്റെയും കാര്യം പറയേണ്ട കാര്യം എന്താ? ഇനിയിപ്പൊ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞേ പറ്റുള്ളെങ്കിൽ നമുക്കേ ചുംബന സമരത്തിന്റെ കാര്യം പറയാം. ചേടാ, ചുംബന സമരത്തിന്റെ കാര്യം പറയാൻ പറ്റിയ പ്രായം. എന്താണ് രാവിലെ വലിയ ചർച്ച? ചോദിച്ചു കേട്ടില്ലേ? ഇത്രമാത്രം ചർച്ച ചെയ്യാൻ എന്താണ് ഉണ്ടായതെന്ന്? അല്ല സർ, ശിശുപാലൻ ചേട്ടൻ പറയായിരുന്നു ചുംബന സമരത്തിന് പോവാൻ പറ്റാത്തത് കഷ്ടായി പോയി. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്. പ്രൊഫസറും കാഞ്ചന സാറും തമ്മില് സാരിയാണോ ചുരിദാറാണോ നല്ലതെന്നും പറഞ്ഞ് തർക്കിക്കുകയായിരുന്നു. തർക്കം ഒന്ന് തീർന്നോട്ടെ എന്ന് കരുതി ഞാൻ ഈ ചുംബന സമരത്തിന്റെ കാര്യം പറഞ്ഞു, അത്രേ ഉള്ളൂ. തർക്കമൊന്നും ഉണ്ടായില്ല സർ. കാഞ്ചന സാറ് നാളെ മുതല് ചുരിദാറാണ് ഇടുന്നതെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ പറഞ്ഞു കാഞ്ചന സാറിന് ചേരുന്നത് സാരിയാണെന്ന്, അത്രേ ഉള്ളൂ. ഞാൻ ചുരിദാർ ഇടുന്ന കാര്യമൊന്നും പറഞ്ഞില്ല സർ. പ്രഭയ്ക്ക് നല്ല തടയുള്ളത് കൊണ്ട് ചുരിദാറിനേക്കാൾ നല്ലത് സാരിയാണെന്ന് പറഞ്ഞു. അത് സത്യമല്ലേ? സാറിനായാലും ചുരിദാറിനേക്കാൾ ഇഷ്ടം സാരിയല്ലേ? ഇതൊരു വില്ലേജ് ഓഫീസാണ്, തുണിക്കടയല്ല. നിങ്ങൾക്ക് സർക്കാർ ശമ്പളം തരുന്നത് ഇവിടത്തെ ജോലി ചെയ്യാനാണ്. ഇനി ഇമാതിരി നിസ്സാര കാര്യങ്ങളുടെ പേരിൽ സംസാരിച്ച് സമയം കളഞ്ഞ് ജോലി മുടക്കിയാൽ എന്റെ തനി സ്വഭാവങ്ങൾ അറിയും. ഇങ്ങനെ നോണ പറയരുത് പ്രഭേ. ഞാൻ എപ്പോഴാ ചുരിദാർ ഇടാൻ പോകുന്നത് പറഞ്ഞു? തടി കൂടുതലാണെന്ന് കാഞ്ചന സാറും പറഞ്ഞില്ലേ? അത് എന്റെ ഇനി നിർത്തുന്നതാ നല്ലത്. സാറെങ്ങാനും കേട്ടോണ്ട് വന്നാലേ രണ്ടുപേരും വിവരം അറിയും. ഇതാരാ? എന്റെ ഷർട്ടും മുണ്ടും എങ്ങനെ ഇയാളുടെ കയ്യിൽ വന്നു? എന്താ പേര്? ശങ്കരൻകുട്ടി. ഈ ഷർട്ടും മുണ്ടും എവിടെ കിട്ടി? അത് നിങ്ങളോട് പറയേണ്ട കാര്യം എന്താ? അത് കൊള്ളാലോ. ആളില്ലാത്ത നേരത്ത് വീട്ടിൽ കയറി ഷർട്ടും മുണ്ടും മോഷിച്ചിട്ട് ന്യായം പറയുന്നു. അയക്കേ. എന്ത് ഷർട്ടും മുണ്ടും അയക്കാൻ? പട്ടാ പകല് നടു റോഡിൽ വെച്ച് പിടിച്ചു പറിക്കുന്നോ? നാട്ടുകാരെ ഓടി വായോ, പിടിച്ചു പറിക്കുന്ന നാട്ടുകാരെ ഓടി വായോ. എത്ര വിളിച്ചു കൂപ്പിട്ട് കാര്യമില്ല. ഇത് എന്റെ ഷർട്ടും മുണ്ടുമാണ്, നാട്ടുകാർക്ക് അറിയാം. എന്താ പ്രശ്നം? ഇത് എന്റെ ഷർട്ടും മുണ്ടുമാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. ഇയാൾ ആരുമില്ലാത്ത നേരത്തെ വീട്ടിൽ കയറി ഇതൊക്കെ മോഷിച്ചതാ. ഇത് സാറിന്റെ ഷർട്ട് പോലെ തന്നെയാണല്ലോ. കേട്ടല്ലോ. സാറേ, ഞാൻ മോഷ്ടിച്ചതല്ല, എനിക്ക് ആ വക്കീല് തന്നതാ. എന്തെങ്കിലും സഹായം ചെയ്യണമെന്ന് പറഞ്ഞ് ഞാൻ ചെന്നപ്പോ പൈസ ഇല്ല, ഈ ഷർട്ടും മുണ്ടും എടുത്തോളാൻ പറഞ്ഞു. ആ അത് ശരി. ധർമ്മം കൊടുത്തിട്ട് അത് തിരിച്ചു ചോദിക്കുന്നോ? ഇത് എവിടുത്തെ മര്യാദ സാറേ? കൊടുത്തത് വക്കീലല്ലേ, സാർ പോയി വക്കീലിനോട് ചോദിക്കേ. അതാവോ. ഹലോ, ആ വിദ്യ, ഞാൻ നിന്നെ വിളിക്കാനിരിക്കുകയായിരുന്നു. ആ നാളെയല്ലേ ഹേമലതയുടെ പിറന്നാള്? നീ പോന്നില്ലേ? ആ ഞാൻ പോന്നുണ്ട്. പക്ഷെ വൈകിട്ട് ഒരുപാട് സമയം അവിടെ നിൽക്കാൻ പറ്റില്ല. വൈകിട്ട് 6 മണിയാകുമ്പോഴേക്കും തിരിച്ചു പോരണം. ആ ശരി.
എന്റെ ഷർട്ടും മുണ്ട് നീ ആർക്കെടുത്ത് കൊടുത്തത്? അത്ര ഉണ്ടായിരുന്നല്ലോ. മോഹനേട്ടനാ ഒച്ച കേട്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തോ വലിയ പ്രശ്നമാണ്. ഒരു പാവ പിച്ചക്കാരൻ പഴയ ഷർട്ടും കൊണ്ട് വല്ലതും ഉണ്ടോ ചേച്ചി എന്നോട് ചോദിച്ചു. ഞാൻ പഴയ പറഞ്ഞ എടുത്ത് കൊടുക്കുകയും ചെയ്തു. ഞാൻ കാശ് കൊടുത്തു വാങ്ങിയ എന്റെ ഷർട്ടും മുണ്ടും വഴിയെ പോയ ഏതോ ഒരു പിച്ചക്കാരൻ എടുത്തു കൊടുക്കാൻ നിനക്ക് എന്താ അധികാരം? ഞാൻ കാശ് മുടക്കി വാങ്ങി എന്റെ ഡ്രസ് എടുത്ത് വഴിയെ പോയ ഏതോ ഒരു സ്ത്രീക്ക് കൊടുക്കാൻ മോഹനേട്ടനാരാ അനുവാദം തന്നത്? ഞാൻ ആർക്കൊന്നും കൊടുത്തിട്ടില്ല. ഇല്ലേ? ഇല്ല. കള്ളം പറയരുത് എന്നാണ് ഗാന്ധിജി പറഞ്ഞിരിക്കുന്നത്. ഒരു കറതീർന്ന ഗാന്ധിയനായ മോഹനേട്ടൻ എന്തിനാണ് എന്റെ മുഖത്തൊക്കെ കള്ളം പറയണേ? ഞാൻ കള്ളമാണ് പറഞ്ഞത്. ആര് പറഞ്ഞു? മോഹനേട്ടൻ ആ ഡ്രസ് കൊടുത്തുവിട്ട സ്ത്രീ തന്നെയാണ് അതിനോട് പറഞ്ഞത്. ഏത് സ്ത്രീ? മോഹനേട്ട കൂടുതൽ വേഷം കെട്ടെടുക്കല്ലേ. മോഹനേട്ടൻ രാവിലെ ഓഫീസിലേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോ 3-4 പേര് ഇവിടെ വന്നു. എന്താ ശശി? ഈ ഡ്രസ് ഇവിടുത്തെയാണോ? ഈശ്വരാ, എന്റെ പുതിയ ഡ്രസ് ഇതെങ്ങനെ നിങ്ങളുടെ കിട്ടി? അപ്പം മോഷണം തന്നെയല്ലേ? ഈ സ്ത്രീ ഈ ഡ്രസ് വിൽക്കാനായി ചെല്ലപ്പന്റെ തയ്യക്കട കൊണ്ടുവന്നു. സംശയം തോന്നിയ ചെല്ലപ്പൻ ഇത് എവിടുന്നാന്ന് ചോദിച്ചു. ആദ്യം ഇവര് പറഞ്ഞു ഇവരിത് വാങ്ങിയതാണെന്ന്. പോലീസിനെ വിളിക്കുമെന്ന് പറഞ്ഞപ്പോ ഇവര് പറഞ്ഞു ഇതിവിടുത്തെ സാർ എടുത്തു കൊടുത്തതാണെന്ന്. എനിക്കപ്പോഴേ സംശയം ഉണ്ടായിരുന്നു ഇവരിത് മോഷ്ടിച്ചാണെന്ന്. ഞാൻ മോട്ടിച്ചൊന്നുമില്ല, ഇവിടുത്തെ സാറ് തന്നതാ. കള്ളം പറയല്ലേ? സാറ് തന്നാണെങ്കിൽ വക്കീലിന് അറിയാതിരിക്കോ? നിർത്ത്. ഇവര് മോഷ്ടിച്ചതൊന്നുമല്ല. മോഹനേട്ടന് ഒരബദ്ധം പറ്റിയതാ. സാരമില്ല, വേറൊരു ഡ്രസ്സ് കൊടുക്കാൻ ഞാൻ പറഞ്ഞപ്പോ മോഹനേട്ടൻ അത് മാറിപ്പോയതാ. ഇതിന് തന്നാ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. അല്ല, ഇതിന്റെ പേരിൽ ഇനി കേസും വഴക്കൊന്നും വേണ്ട കേട്ടോ. ഒന്ന് നിന്നേ. ഇത് വെച്ചോ. പൈസക്ക് ആവശ്യമുള്ളത് കൊണ്ടല്ലേ ഇത് വിൽക്കാൻ നോക്കിയത്. ഇത് വെച്ചോ. ശരി ശരി. അങ്ങനെ എന്റെ ബഹുമാനപ്പെട്ട ഭർത്താവ് എന്നെ തോപ്പിക്കാനായി ആ സ്ത്രീയുടെ കയ്യിൽ എടുത്തു കൊടുത്തു വിട്ട ഉടുപ്പ് ഒരു പോറല് പോലും ഏൽക്കാതെ എനിക്കെന്നെ തിരിച്ചു കിട്ടി. ഡ്രസ് എവിടെയെന്ന് ഇവിടെ വെച്ച് ഞാൻ രാവിലെ ചോദിച്ചപ്പോ മോഹനേട്ടൻ പറഞ്ഞെന്താന്ന് ഓർമ്മയുണ്ടോ? പോയി ഈശ്വരനോട് ചോദിക്ക്, ഈശ്വരനാവുമ്പോ എല്ലാം അറിയാലോ എന്ന്. ഞാൻ ഈശ്വരനോട് ചോദിച്ചു. ഈശ്വരൻ ഇതെനിക്ക് ഇവിടെ കൊണ്ടുവരികയും ചെയ്തു. ഇതെനിക്കിടാനായി ഞാൻ വാങ്ങിയതല്ല. എന്റെ ജൂനിയറായി ജോലി ചെയ്യുന്ന ഹേമലതയുടെ പിറന്നാളാ നാളെ. അവക്ക് കൊടുക്കാനായിട്ട് ഞാൻ വാങ്ങിയത്. ബാർ അസോസിയേഷന്റെ മീറ്റിംഗ് കൊടുക്കാനുള്ള പുത്തൻ സാരി ഞാൻ വാങ്ങിയത് അലമാരിലിരിപ്പുണ്ട്. രാവിലെ പറഞ്ഞ പോരായിരുന്നു. അയ്യോ, പറയാനുള്ള ഒരു അവസരം പോലെ എനിക്ക് തരാതെ മെക്കിട്ട് കയറുണ്ട്. പിന്നെ ഞാനത് ചെയ്യേണ്ടത്. പിന്നെ വാശി പിടിപ്പിച്ചാ ഞാനും ഒട്ട് മോശമല്ലെന്ന് മോഹനേട്ടൻ അറിഞ്ഞൂടെ? രാവിലെ അടുക്കള വെച്ച് സാറ് പറഞ്ഞു തഹസിൽദാർ ആലോചനയില്ലാതെ ഓരോരോ കാര്യങ്ങൾ ചെയ്യുന്നത് കൊണ്ടാണ് റോഡ് പണി നിന്നു പോയതെന്ന്. ഈ ഡ്രസ്സ് കണ്ടപാടെ ഒരാലോചനയില്ലാതെ എന്റെ മിക്കിട്ട് കയറാൻ വന്നതാണ് ഈ പ്രശ്നം മുഴുവൻ ഉണ്ടായത്. ഇതുപോലൊരു ഡ്രസ് ഇട്ട് ഞാൻ എങ്ങും പോവില്ല എന്നൊന്ന് ആലോചിക്കാനുള്ള ഒരു ക്ഷമ വേണ്ടതായിരുന്നില്ലേ? അടുത്തയാളും വന്നു. വാ വാ. ഇതയാളല്ലേ? നമസ്കാരം വക്കീലെ. ദാ വക്കീൽ തന്ന ഷർട്ടും മുണ്ടും. സാറേ, എന്നോടൊന്നും തോന്നരുത്. വക്കീല് പറഞ്ഞിട്ടാ ഞാൻ അങ്ങനെയൊക്കെ ചെയ്തത്. വരട്ടെ. വാശിയിൽ വക്കീല് ഒട്ടും മോശമല്ലാന്ന് ഇപ്പൊ മനസ്സിലായോ? മോഹനേട്ടൻ ഞാൻ വാങ്ങിയ ഡ്രസ്സ് ആ സ്ത്രീക്ക് കൊടുത്തു എന്നറിഞ്ഞ നിമിഷം ഞാൻ കണ്ടുപിടിച്ചൊരു പണിയാണിത്.
അയാളുടെ പേര് ശങ്കരൻകുട്ടി. എനിക്ക് നേരത്തെ അറിയാവുന്ന ആളാ. ഈ ഷർട്ട് മുണ്ട് വിട്ട് മോഹനേട്ടന് മുന്നിൽ വന്ന് നാടകം കളിക്കാനേ 100 രൂപയാണ് ഞാൻ കൊടുത്തത്. തഹസിൽദാരുടെ ആലോചന ഇല്ലായ്മ കൊണ്ട് സർക്കാരിനുണ്ടായ നഷ്ടത്തിന്റെ കണക്ക് മോഹനേട്ടൻ രാവിലെ പറഞ്ഞില്ലേ? മോഹനേട്ടന്റെ ആലോചനക്കുറവും എടുത്തുചാട്ടവും കൊണ്ട് നമുക്ക് നഷ്ടമുണ്ടായിരിക്കുന്ന രൂപ 300 ആണ്. 200 രൂപ ആശ്രയിക്കും, 100 രൂപ ശങ്കരൻകുട്ടിക്കും. എല്ലാത്തിനും കാരണം നീയാ. ആ ഉടുപ്പ് നിനക്കല്ല എന്നൊരു വാക്ക് പറഞ്ഞാൽ തീരുന്ന പ്രശ്നമല്ലേ നീ ഇത്തിരി പ്രശ്നമാക്കിയത്? അത് പറയാനുള്ള അവസരം എനിക്ക് തരാതിരുന്നതല്ലേ ഒന്നാമത്തെ പ്രശ്നം. ഇനിയിപ്പോ ഞാനത് പറഞ്ഞില്ലെങ്കിൽ തന്നെ ഉടനെ അതെടുത്ത് കണ്ടവർക്ക് കൊടുക്കുകയാണോ വേണ്ടത്? സോറി. എന്ത് പറഞ്ഞാലും അവസാനം സോറി പറഞ്ഞങ്ങ് തീർക്കൂല്ലോ. ഇത്രയും കാലമായിട്ടും മോഹനകൃഷ്ണന് സത്യഭാമയെ ശരിക്കൊന്നും മനസ്സിലാവാത്തതാണ് അത്ഭുതം. ഭാര്യ എന്തൊക്കെ വേഷങ്ങൾ ധരിച്ചേക്കാമെന്ന കാര്യത്തിലും ഭാര്യയെ തോൽപ്പിക്കാനായി ചെയ്യുന്ന കാര്യങ്ങളോട് അവർ എങ്ങനെ പ്രതികരിക്കുമെന്ന കാര്യത്തിലും വില്ലേജ് ഓഫീസറുടെ കണക്കുകൂട്ടലുകൾ തെറ്റി. സാരമില്ല, 300 രൂപ നഷ്ടത്തിൽ പ്രശ്നം തീർന്ന നിലയ്ക്ക് ഇന്നത്തേക്ക് വിടാം. കാര്യം നിസ്സാരം തുടരുന്നു.